അപ്പോൾ ഹലോ ക്യൂട്ടീസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വന്ന എല്ലായിടത്തും ഇവിടെ ഇപ്പോൾ പിൻട്രസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള ലാമ്പില്ല. അവരെല്ലാം പേപ്പർ കൊണ്ട് ഉണ്ടാക്കുന്നത്. നമ്മൾ പേപ്പർ ഇല്ലാത്തതുകൊണ്ട്, നമ്മുടെ ക്രീപ്പ് പേപ്പറൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തുണി കൊണ്ട് ഉണ്ടാക്കാൻ ശ്രമിക്കണം. അപ്പോൾ തുണിക്ക് വേണ്ടി ഞാൻ ആദ്യം അതിനെ ഒരു നമ്മുടെ പെറ്റലിൻ്റെ ഷേപ്പിൽ വലിയ പെറ്റലാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ ഷേപ്പിൽ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന നെറ്റിൻ്റെ തുണി ഇങ്ങനെ മടക്കി അപ്പോൾ 2 ഡബിൾ ഫോൾഡഡാണ് ചെയ്തിരിക്കുന്നത്. കാരണം വെച്ചാൽ കട്ടിയില്ലാത്തതുകൊണ്ട്. എന്നിട്ട് പിന്നെ അങ്ങനെ കുറേ പെറ്റൽസ് കൊണ്ട് കണ്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നീളമുള്ള കുറേ ഇച്ചിരി കട്ടിയുള്ള കമ്പി എടുക്കുക. കമ്പി ഇങ്ങനെ വെച്ച ശേഷം ഇപ്പോൾ എന്തെങ്കിലും 4 ഇതൾ വെച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 ഇതൾ താഴെ വെച്ച് അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ ഗ്ലൂ വെച്ച് ഒട്ടിച്ച ശേഷം നമ്മൾ കമ്പി വെക്കുന്നത്. അപ്പം കമ്പി ഇങ്ങനെ നടുക്ക് വരണം, അതിൻ്റെ രീതിയിൽ നമ്മൾ ഗ്ലൂ വെക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം മറ്റേ 2 ഇതളും കൂടെ വെക്കും. എങ്കിലുള്ള ഇച്ചിരി കട്ടിയായിരുന്നെങ്കിലും അപ്പോൾ ഒരു വെറൈറ്റി ട്രെൻഡിങ് ആയിരിക്കട്ടെ. അതുകൊണ്ട് എല്ലാവരും പേപ്പർ വെച്ച് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇച്ചിരി തുണി കൊണ്ട് ഉണ്ടാക്കുന്നു, അത്രയേ ഉള്ളൂ. പേപ്പർ ഉണ്ടെങ്കിൽ പേപ്പർ കൊണ്ട് ചെയ്യാൻ ഈസിയാണ്. ഇത്തിരി തുണി ആയതുകൊണ്ട് ഇച്ചിരി കണ്ടിക്കാനും പിന്നെ നെറ്റായതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ സാലറി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ എല്ലാവരും പെൻട്രസ്റ്റിലായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വെച്ച് നമുക്കും മാറണ്ട, നമുക്കും ചെയ്ത് നോക്കാം. പിന്നെ എല്ലാവരും വീഡിയോ കാണണം. ഗിവേയുടെ കാര്യം അറിയാമല്ലോ. ഏപ്രിൽ മന്തിൽ ഗിവേ ചലിക്കുന്നുണ്ട്. മറ്റേ ഗിവേ ഞാൻ ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ദിവസത്തിനുള്ളിൽ അയക്കുന്നതാണ് കേട്ടോ. ഓൾറെഡി പാക്ക് ചെയ്തിട്ടില്ല. അപ്പം ഈ ഗിവേയുടെ റൂൾസ് അറിയാമല്ലോ. 3 പേരെ കൊണ്ട് ഷെയർ ചെയ്യിപ്പിക്കണം, അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കണം. പിന്നെ നിങ്ങളും ലൈക്കും സബ്സ്ക്രൈബ് ഷെയർ ചെയ്യണം. വീഡിയോ ഫുൾ വാച്ച് ചെയ്യണം കേട്ടോ. എല്ലാ വീഡിയോയ്ക്കും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം. അങ്ങനെയാണ്. അപ്പം നമ്മുടെ ഗിഫ്റ്റ് ഓൾറെഡി കാണിച്ചാണല്ലോ. അപ്പം എനിവേ നമ്മുടെ പെറ്റൽ ഓൾറെഡി റെഡി. ഇതുപോലത്തെയാണ് 2-3 പെറ്റൽസ് നമ്മളിങ്ങനെ ഉണ്ടാക്കുന്നത്. ഞാൻ ഒന്നുകൂടെ കാണിച്ചത്. ഇങ്ങനെ നടുക്കൂടെ ഗ്ലൂ ഒടിച്ച ശേഷം ഞാൻ എൻ്റെ ഈ ഗ്ലൂ നിങ്ങളുടെ ഫാബ്രിക് ഗ്ലൂ ഉണ്ടെങ്കിൽ ഏറ്റവും സൂപ്പറാണ്. ഫാബ്രിക് ഗ്ലൂവിനാണെങ്കിൽ അധികം പ്രശ്നമില്ല. ഇതാണ് ഇച്ചിരി ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു. കാരണം നെറ്റ് ആയതുകൊണ്ട് വളരെ തിന്നല്ലേ. അപ്പം ഈ കമ്പിയും വളരെ കുറച്ചേ ഉള്ളായിരുന്നു. അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കി. നമുക്കെല്ലാം അങ്ങനെയെങ്കിലും ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പം ഇങ്ങനെ കമ്പി ഇങ്ങനെ വെച്ച ശേഷം അതിൻ്റെ മുകളിൽ കൂടെ വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ പല ക്രാഫ്റ്റുകളൊക്കെ ഓരോട്ട് പറയുന്നത് സമയത്തിനനുസരിച്ച് ഞാൻ ചെയ്യാം കേട്ടോ. പിന്നെ വെക്കേഷനൊക്കെ എങ്ങനെ പോകുന്ന എല്ലാവരും അടിച്ച് വിളിക്കുവാണ്. എന്തൊക്കെ ക്രാഫ്റ്റ് ചെയ്തു. പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അറിയാലും നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഉണക്കാൻ വെക്കണം. എന്നാന്നറിയാം, ഉണങ്ങിയില്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അതങ്ങ് ഒട്ടിപ്പിടിക്കുമായിരുന്നു. ഞാൻ അതോട് ഇച്ചിരി തന്നെ ഉണക്കാൻ വെക്കുകയാണ്. അതിനുശേഷം മറ്റേ പെറ്റലും കൂടെ ഇങ്ങനെ വെച്ച് നമ്മളത് ഒട്ടിക്കുമ്പോഴത്തേനും നമ്മുടെ ഇങ്ങനത്തെ ഇതൾ ഏകദേശം ഒരു 4-5 ഇതളും ഉണ്ടാക്കാം കേട്ടോ. ഇപ്പോൾ വലിയതായതുകൊണ്ടും ഞാൻ ഏകദേശം 5 ഉണ്ടാക്കിയുള്ളൂ. അപ്പോൾ 5 ഉണ്ടാക്കി അത് ഉണക്കിയ ശേഷം വേണം. കമ്പി ഇച്ചിരി കട്ടിയുള്ള ഒരുമാതിരി നല്ല കട്ടിയുള്ള കമ്പി ഇല്ലെങ്കിൽ അതിങ്ങനെ ഇങ്ങനെ തളതളാന്ന് ഇങ്ങനെ നടക്കും കേട്ടോ. അപ്പം നമ്മൾ പൂ ഉണ്ടാക്കുവാണ്. അപ്പോൾ അതിനുവേണ്ടി എന്തൊരു കളർ ഇച്ചിരി ഡാർക്ക് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. എനിക്ക് ഈ കളർ ഒത്തിരി ഇഷ്ടമുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ 3-4 ഞാൻ 5 പെറ്റൽ ഏകദേശം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അതിന് ലൈറ്റില്ല. അപ്പം നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ഫെയറി ലൈറ്റുണ്ട്. ആ ലൈറ്റിൻ്റെ മുകളിൽ ലൈറ്റ് വരുന്ന ആ സാധനം മുകളിൽ വരുന്ന ദിവസം നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. കാരണം പിന്നെ ചെയ്തില്ലെങ്കിലേ നമുക്കത് ലൈറ്റ് നടുക്ക് നമ്മൾ സെൻട്രലിലല്ലേ നമ്മുടെ ലൈറ്റ് കാണേണ്ടത്. അപ്പോൾ അതിന് ശേഷം അതിന് മുകളിൽ കൂടി ചെറിയ കമ്പി വെച്ച് നമ്മൾ ചുറ്റി ഒന്ന് ഹാർഡായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ നടുക്കുള്ള ആ പെറ്റലിന് നടുക്കുള്ള സാധനമില്ലേ, അതാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അവിടെയാണ് ലൈറ്റ് കത്തേണ്ടത്. പിന്നെ ഈ ഫെയറി ലൈറ്റ് ആയതുകൊണ്ട് ഇങ്ങനെ കത്തിച്ച് നോക്കിയേക്കണം. ഏതേതരം കത്തിച്ച് നോക്കാതെ ചെയ്താൽ പിന്നെ എല്ലാം കൂടെ കുളമാക്കിയെടുക്കും. ഇനി നമ്മൾ ആ ഇതളിനെ ഓരോ ഇതളായിട്ട് ഇതിനെ ഇങ്ങനെ വെച്ച ശേഷം വേണമെങ്കിൽ നൂലുകൊണ്ട് ഇങ്ങനെ കെട്ടിക്കൊടുക്കുക. അല്ലെങ്കിൽ ഒരു ചെറിയ എല്ലാ ഇതളും വെച്ച് ഒരു കമ്പി ഞാൻ കാണിച്ചെടുക്കാം. നിങ്ങളുടെ കമ്പി ഇല്ലെങ്കിൽ നൂലുകൊണ്ട് ഇങ്ങനെ കെട്ടി ഓരോ ഇതളായിട്ട് കെട്ടി കൊടുക്കാം. അഥവാ നിങ്ങൾക്ക് കമ്പി ഉണ്ടെങ്കിൽ എല്ലാ ഇതളും ഓരോന്നോരോന്ന് അങ്ങനെ വെച്ച ശേഷം കെട്ടിയാലും അത് നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഇതൾ വെക്കാനുള്ള കാരണം. ഇനി കൂടുതൽ എല്ലാവരും പിങ്ക് റെഡ് കളർ, നിങ്ങൾക്ക് വേണമെങ്കിൽ വെറൈറ്റി ആയിട്ട് പർപ്പിളോ വയലറ്റോ എന്തെങ്കിലുമൊക്കെ കളർ കേട്ടോ. അപ്പോൾ നമ്മുടെ ഏകദേശം ഒരു പെറ്റൽ ഇങ്ങനെ ടൈറ്റായി. ഇനി അടുത്ത എല്ലാ പെറ്റൽസും ഇങ്ങനെ കെട്ടിക്കൊടുത്ത് കഴിയുമ്പോഴത്തേനേ ഉള്ളൂ നമുക്ക് ഫുൾ ഇതള അത് വരത്തുള്ളൂ. അപ്പം ഞാനിങ്ങനെ എൻ്റെ കമ്പി ഉള്ളതുകൊണ്ട് മറ്റ് എല്ലാ ഇതളും കൂടെ വെച്ച ശേഷം ഞാൻ കമ്പി കൊണ്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുകയത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ അല്ലാതെ നൂല് കൊണ്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതളെല്ലാം ഏകദേശം ചെയ്തിട്ടുണ്ട്. ഇനി അതിനെല്ലാം ഒരു സൈസാക്കി നമ്മുടെ പൂവിൻ്റെ രീതിയിൽ വിടർത്തി വെക്കണം. ഇങ്ങനെയെല്ലാം ഒരു രസമായിട്ടുള്ളൂ. ഫുള്ള് നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും കമ്പി ഉള്ളതുകൊണ്ട് നമ്മുടെ ഏത് ഷേപ്പ് വേണമെങ്കിലും ഇത് വളഞ്ഞോളും അല്ലേ. അപ്പോൾ അതുപോലത്തെ കമ്പി വയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇനി താഴെയുള്ള ആ തണ്ടിനെ നമ്മളിങ്ങനെ നീളത്തിലുള്ള കമ്പിയുള്ളതിൻ്റെ ഇത്ര ഉള്ളായിരുന്നു. ആ കമ്പി വെച്ച് അഡ്ജസ്റ്റ് നല്ല നീളമുള്ള കമ്പി ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. ഇച്ചിരി കട്ടിയുള്ളതാണ് വേണ്ടത് കേട്ടോ. നമ്മുടെ അല്ലെങ്കിൽ ഈ പൂ ഇങ്ങനെ തൂങ്ങി ഇങ്ങനെ കിടക്കും. അപ്പോൾ നമ്മൾ ആ കമ്പി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത ശേഷം ഞാൻ ഇച്ചിരി കൂടി ഒരു കട്ടി വരുത്താൻ വേണ്ടി അതിൻ്റെ മുകളിൽ കൂടെ ഫോയിൽ പേപ്പർ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണം. കാരണം ഇച്ചിരി കട്ടി വന്നോട്ടെന്ന് വെച്ചോണ്ട് കേട്ടോ. നല്ല കട്ടിയുള്ള കമ്പി ഉണ്ടെങ്കിൽ അതാണ് നല്ലത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ഫോയിൽ പേപ്പറൊക്കെ വെച്ച് നമ്മളതിനെ റൊട്ടേറ്റ് ചെയ്യണം. കാരണം അതിനെല്ലാം കൂടി ഒരു ഷേപ്പ് വരുത്താൻ വേണ്ടി. ഇനി താഴെ വരെയുള്ള ഷേപ്പ് താഴെ വന്നത് ഇത്രയും കമ്പി ഉള്ളത് മാത്രം ഉള്ളതുകൊണ്ട് എനിക്ക് താഴെ വരെ എത്തുന്നില്ല. അപ്പോൾ താഴെ ഞാൻ എന്തോ ചെയ്തത് പണ്ടത്തെ ഒരു ഹെയർ ബാൻഡ് ഹെയർ ബോയ്ക്കില്ലേ
കമ്പി ഷേപ്പിലല്ലേ അത് വെച്ചാണ് ഞാൻ അങ്ങനെ ആ താഴത്തെ ഭാഗം സെറ്റ് ചെയ്യും. ഇനി നമുക്ക് ലീഫും നമ്മൾ ഫ്ലവർ ഉണ്ടാക്കിയതുപോലെ തന്നെ നമ്മുടെ തുണി കൊണ്ട് തന്നെ. അപ്പോൾ എൻ്റെ കയ്യിൽ പച്ച തുണി ഉണ്ടായിരുന്നു, ഈ പച്ചയുള്ളൂ കേട്ടോ. അതിനെ ഒരു സ്ട്രിപ്പായിട്ട് കണ്ട ശേഷം മുകളിൽ നിന്ന് ഇങ്ങനെ ഗ്ലൂ വെച്ച് ഒട്ടിച്ച് പിന്നെ റൊട്ടേറ്റ് ചെയ്ത് നമ്മൾ ചുരുട്ടി ഇങ്ങനെ റിബൺ ചുറ്റുന്ന പോലെ ചുരുട്ടിയാണ് എടുക്കുന്നത്. പിന്നെ ഒത്തിരി പേര് പിള്ളേർ ചോദിക്കുന്നുണ്ടായിരുന്നു, ചേച്ചി ഈ ഗിഫ്റ്റ് എങ്ങനെയാണ് അതിൻ്റെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്? ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഏതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ഓൾറെഡി കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നല്ലവണ്ണം കാണണം. ഈ വീഡിയോയ്ക്കൊക്കെ കമൻറ്റ് ഇടുന്നവരനുസരിച്ചാണ് ഞാൻ കൊടുക്കുന്നത്. ഞാൻ എല്ലാവർക്കും നല്ല നല്ല ഗിഫ്റ്റ് കൊടുക്കുന്നത്. എനിക്ക് ആഗ്രഹമുണ്ട് എല്ലാ പിള്ളേർക്കും മാറി കൊടുക്കണം. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതി കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏതായാലും നമ്മുടെ ക്രാഫ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ അവനെ സ്റ്റാൻഡ് ചെയ്ത് ഒരു എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കത്തിച്ച് നോക്കാം. നോക്കുമ്പോഴല്ലേ നമ്മുടെ ഫ്ലവറിൻ്റെ ബ്യൂട്ടി അറിയാൻ പറ്റുള്ളൂ. എൻ്റെ ടേബിൾ അത്ര ഇതൊന്നുമില്ല, കുറേ സാധനങ്ങൾ വെച്ചിരിക്കാറുണ്ട്, മറക്കണ്ട കേട്ടോ. അത് നോക്കി നിങ്ങൾ വിഷമിക്കേണ്ട, കുറേ സാധനങ്ങൾ ഇരിക്കും അങ്ങനെ. ഈ പൂവ് വലിയ പൂവായതുകൊണ്ട് മുകളിൽ കൂടി വീഡിയോ എടുക്കുമ്പോൾ അത്ര എല്ലാം വരുന്നുണ്ടോയെന്ന് അറിയാം. എന്തായാലും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതാണെന്ന് വിചാരിച്ചിട്ടുണ്ടല്ലോ, പക്ഷേ ഈ പൂവിനൊരു പ്രത്യേക ഭംഗിയുണ്ട്, ആ പെറ്റിലൊരു പ്രത്യേക കളറുണ്ട്. അപ്പോൾ നമ്മുടെ പിൻട്രസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ക്രാഫ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ പൂക്ക, എങ്ങനെയുണ്ട്? നല്ല സൂപ്പറല്ലേ? പിന്നെ ഗിവ് വേക്കകത്ത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യുന്ന ഏതെങ്കിലും ക്രാഫ്റ്റൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഗ്രൂപ്പിലോ അയച്ചു തരണം കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്? പല കളറിലായിട്ട് നമുക്ക് ഈ പൂവിനെ ഒന്ന് തെളിയിപ്പിച്ച് നോക്കിയാലോ? നല്ല രസമുണ്ടല്ലേ? എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഇതുപോലൊക്കെ ചെയ്ത് നോക്കിയ ശേഷം വലിയ ക്രാഫ്റ്റൊന്നും പെർഫെക്റ്റ് ആണെന്നില്ല. ക്രാഫ്റ്റോ പെയിൻറ്റിങ്ങോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ അയച്ചു തരണം. അതിൽ നിന്നൊക്കെയാണ് ഞാൻ സെലക്ട് ചെയ്യുന്ന ഒരാളെ കേട്ടോ. അപ്പം ഗിവ് വേയുടെ കാര്യം മറക്കണ്ട. എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഈ വീഡിയോ ഫുൾ കാണണം, നല്ല കമൻറ്റ് ചെയ്യണം, എല്ലാവർക്കും ഷെയർ ചെയ്യണം. 3-4 പേരെ കൊണ്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഷോർട്സ് ഒക്കെ കാണാം. അപ്പോൾ പിന്നെ കാണാം. ബൈ.